അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ ട്രയൽ ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 324 IPC വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ട് ഇൻ ഇഷ്യൂ. 4 ഓപ്ഷൻ. എ. അക്യൂസ്ഡ് caused hurt to the injured. B. Accused and the injured were in inimical terms. C. Hurt was caused not on grave and sudden provocation. D. A dangerous weapon was used to cause hurt. ഈ 324-ൽ പറഞ്ഞിരിക്കുന്നത് വോളണ്ടറിലി കോസിങ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ് ഇതാണ് 324-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫാക്റ്റിന് ഇഷ്യൂ ആവുന്നത് എന്തൊക്കെയാണ്? ഈ ഫാക്റ്റിന് ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ് സെക്ഷൻ 3 എവിഡൻസ് ആക്ടിനകത്താണ്. അതിൽ പറഞ്ഞിട്ടുള്ള ദ എക്സ്പ്രഷൻ ഫാക്റ്റിന് ഇഷ്യൂ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഫാക്റ്റ് ഫ്രം വിച്ച് എയ്തർ ബൈ ഇറ്റ്സെൽഫ് ഓർ ഇൻ കണക്ഷൻ വിത്ത് അതർ ഫാക്ട്സ് the existence, non-existence, nature or extent of any right, liability or disability asserted or denied in any suit or proceedings necessarily follows. Explanation. Whenever under the provisions of the law for the time being in force relating to the civil procedure any court records an issue of facts, the facts to be asserted or denied in the answer to such issue is a fact in issue. Illustrations. A is accused of the murder of B. At his trial, the following facts may be in issue: that A caused B's death, that A intended to cause B's death, that A had received grave and sudden provocation from B, that A at the time of doing the act which caused B's death was by reason of unsoundness of mind incapable of knowing its nature. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് നോക്കുകയാണെങ്കിൽ അക്യൂസ്ഡ് കോസ്റ്റ് ഹർട്ട് ടു ദ ഇഞ്ചേർഡ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആൻസറാണ്. അടുത്തത് ഹർട്ട് വാസ് കോസ്റ്റ് നോട്ട് ഓൺ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, അത് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ഫാക്റ്റിൻ്റെ ഇഷ്യൂ ആണ്. അടുത്തത് എ ഡേഞ്ചറസ് വെപ്പൺ വാസ് യൂസ്ഡ് ടു കോസ് ഹർട്ട്, അത് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഡേഞ്ചറസ് വെപ്പൺ അതിൻ്റെ അകത്ത് ആവശ്യമാണ് 324 ആയതുകൊണ്ട്. അപ്പോൾ ഈ 3 കാര്യവും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അക്യൂസ്ഡ് ആൻഡ് ദ ഇഞ്ചേർഡ് വെയർ ഇൻ എനിമിക്കൽ ടൈംസ്, അതാണ് ഇതിൻ്റെ അകത്ത് തെറ്റായ ആൻസർ. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസിക്യൂഷൻ ഹാസ് പ്രൂവ്ഡ് that based on a statement of the accused the weapon of offence was recovered. One of the following facts need not necessarily be proved for the recovery relevant under section 27 of the Evidence Act. Identify. അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് ഞാൻ 27 എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം. How much of information received from the accused may be proved, provided that when any fact is disproved to as the discovered in consequence of information received from a person accused of any offence in the custody of a police officer, so much of such information, whether it amounts to a confession or not, as relates distinctly to the facts thereby discovered, may be proved. അതായത് ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഒരു പ്രതി അല്ലെങ്കിൽ ഒരു സാക്ഷി, നമ്മളൊരു പ്രതിയാണെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രതി പറയാണ് ഞാനാണ് ഈ കുറ്റം ചെയ്തത് എന്ന് പറയാണ്. പറഞ്ഞതിന് ശേഷം അയാൾ പറയാണ് ഞാൻ ഇത് ഒരു മോഷണമായിക്കൊള്ളട്ടെ, ഞാൻ മോഷണം മുതൽ ഇന്ന സ്ഥലത്ത് കൊണ്ട് കുഴിച്ചു ഇട്ടിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാളെ കൊണ്ടുപോയി നമ്മളെ പോലീസുകാരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് കാണിച്ച് അതെടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു ഡിസ്കവറിയായി. ആ ഫാക്റ്റ് അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അക്യൂസ്ഡ് എന്ന് പറയുന്നത് പോലീസ് കസ്റ്റഡിയിലായിരിക്കും, അത് എ കറക്റ്റാണ്. ദ പോലീസ് ഓഫീസർ ഷാൽ ഡിപ്പോസ്ഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ഇൻ കോർട്ട്. ഇനിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കോടതിയിൽ ഈ ഇങ്ങനെ പറഞ്ഞു എന്ന്, അതായത് പ്രതി എന്നെ നയിച്ച വഴിയെ ഞാൻ പോയി പ്രതിയെടുത്ത് ഈ വസ്തു എടുത്ത് കാണിച്ചു എന്ന് പോലീസ് ഓഫീസർ കോടതിയിൽ പറയണം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത്രയും സ്റ്റേറ്റ്മെൻറ്റ്, അത് ആണ് ബിക്കകത്ത് പറഞ്ഞിട്ട്, അതും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ലീഡ്സ് ടു ഡിസ്കവറി ഓഫ് ഫാക്റ്റ്.
ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അയാൾ പറയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പം അത് കൊണ്ടുവന്ന് എടുത്ത് കാണിക്കുമ്പോൾ അത് ഡിസ്കവറി ഓഫ് ഫാക്റ്റാണ്. ആ ഇൻഫർമേഷൻ പറയുന്നത് അത് കിട്ടിയാൽ മാത്രമേ അത് 27 പ്രൂവ് ആവത്തുള്ളൂ. അപ്പോൾ ഈ 3 കാര്യവും ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതിൽ തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് ഷാൾ സ്റ്റേറ്റ് ഇൻ കോർട്ട് എബൌട്ട് ദ റിക്കവറി. അതാണ് തെറ്റായിട്ടുള്ള ആൻസർ. ബാക്കി 3ഉം കറക്റ്റായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ സി ആണ് ഇതിനകത്ത് റോങ് ആൻസർ. ഇതിൽ കറക്റ്റ് സി ആണ്. അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ കൺഫെഷൻ റെക്കോർഡഡ് ബൈ ഹൂം ഈസ് ബാർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് ദ എവിഡൻസ് ആക്ട്. സെക്ഷൻ 25 ഞാനൊന്ന് വായിക്കാം. കൺഫെഷൻ ടു പോലീസ് ഓഫീസർ നോട്ട് ടു ബി പ്രൂവ്ഡ്. നോ കൺഫെഷൻ മെയ്ഡ് ടു എ പോലീസ് ഓഫീസർ ഷാൽ ബി പ്രൂവ്ഡ് ആസ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷനിൽ പോലീസ് ഓഫീസർ ഇവിടെ ഉണ്ട്. എ ആണ്, ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പോലീസ് ഓഫീസർക്ക് മുമ്പ് കൊടുക്കുന്ന കൺഫെഷൻ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ എ. അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈസ് റെലവൻറ്റ് അണ്ടർ സെക്ഷൻ 35 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബിക്കോസ് ഇറ്റ് ഈസ്. എന്താണ് 35 ഇന്ത്യൻ എവിഡൻസ് ആക്ട്? അടുത്ത് പറയുന്ന റെലവൻസി ഓഫ് എൻട്രി ഇൻ പബ്ലിക് records or an electronic records made in performance of duty. An entry in any public or other official books, register or record or an electronic record stating a fact in issue or relevant fact and made by a public servant in the discharge of his official duty. ഒരു പബ്ലിക് സർവൻ്റ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടാക്കിയ റെക്കോർഡ് ഓർ by any other person in performance of a duty specially enjoined by the law of the country in which such a book, register or an electronic record is kept is itself is a relevant fact. അതിനകത്ത് made by a public servant, part of register regularly kept in ordinary course of business, a public document made by a public servant in performance of his duty under a special law. ഇതിപ്പോൾ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആൻസർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡി ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ കൊടുത്തിരിക്കുന്നത്. അതായത് പബ്ലിക് സർവൻറ്റ് പെർഫോമൻസ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ എടുത്ത് അണ്ടർ സ്പെഷ്യൽ ലോ. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ അകത്ത് ആൻസറായിട്ട്, ഡി ആണ് ഇതിൻ്റെ അകത്ത് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മളിത് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. അത് ഒരു പബ്ലിക് സർവൻ്റ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടാക്കുന്ന ഡോക്യുമെൻറ്റ്സ്, രജിസ്റ്റർ, അതൊക്കെ റെലവൻ്റ് ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിഗ്നേച്ചർ ഓഫ് ദ പ്രിൻസിപ്പൽ ഓഫ് എ കോളേജ് ഈസ് ടു ബി പ്രൂവ്ഡ്. ഹി ഈസ് നോട്ട് അവൈലബിൾ. എ ടീച്ചർ വർക്ക്ഡ് അലോങ് വിത്ത് ഹിം ഡിപ്പോസ്ഡ് ഇൻ കോർട്ട് ഐഡൻറ്റിഫൈയിങ് ഹിസ് സിഗ്നേച്ചർ. ഒപ്പീനിയൻ ഓഫ് ദ ടീച്ചർ ഈസ് റെലവൻറ്റ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ എവിഡൻസ് ആക്ട്. ഒരു പ്രിൻസിപ്പലിൻ്റെ ഒരു കോളേജിലെ പ്രിൻസിപ്പൽസിൻ്റെ സിഗ്നേച്ചറാണ് പ്രൂവ് ചെയ്യാനുള്ള. അദ്ദേഹം അവൈലബിൾ അല്ല. അദ്ദേഹത്തിന് പകരം വേറൊരാൾക്ക്, ഒരു ടീച്ചർ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് അദ്ദേഹം സിഗ്നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ആ ടീച്ചറിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരം റെലവൻ്റ്, എവിഡൻസ് ആക്ട് അത് റെലവൻ്റ് ആണ്. അങ്ങനെ. അപ്പോൾ അതെന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നുള്ള സെക്ഷൻ നമുക്ക് 47 നോക്കാം. ഒപ്പീനിയൻ ആസ് ടു ഹാൻഡ് റൈറ്റിംഗ് വെൻ റെലവൻറ്റ്. ഒപ്പീനിയൻ എപ്പോൾ റെലവൻ്റ് ആവും? വെൻ ദ കോർട്ട് ഹാസ് ടു ഫോം ആൻ ഒപ്പീനിയൻ ആസ് ടു ദ പേഴ്സൺ ബൈ ഹൂം എനി ഡോക്യുമെൻറ്റ് വാസ് റിട്ടൺ ഓർ സൈൻഡ് ദ ഒപ്പീനിയൻ ഓഫ് എനി പേഴ്സൺ അക്വൈൻഡ് വിത്ത് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ പേഴ്സൺ by whom it is supposed to be written or signed that it was or was not written or signed by that person is a relevant fact. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ, അപ്പോൾ അവർക്ക് ഈ പറയുന്ന ടീച്ചർക്ക് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും ഫെമിലിയർ ആയിരിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ ആയിരിക്കണം. അപ്പോൾ ഇത് സിഗ്നേച്ചറുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 47 അകത്താണ്. ഇതിൻ്റെ ആൻസർ C 47. 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ഗിഫ്റ്റ് ഡീഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോർട്ട്. ഇറ്റ്സ് എക്സിക്യൂഷൻ ക്യാൻ ബി പ്രൂവ്ഡ് ഈവൻ ഇഫ് വൺ ഓഫ് ദ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ഈസ് നോട്ട് കോൾഡ്.
പ്രൊവൈഡഡ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 68-നകത്താണ്. പ്രൂഫ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഡോക്യുമെൻറ്റ് റിക്വയർഡ് ബൈ law to be attested. If a document is required by law to be attested, it shall not be used as evidence until one attesting witness at least has been called for the purpose of proving its execution. ഒരു അറ്റസ്റ്റിംഗ് വിറ്റ്നസിനെങ്കിലും വിളിച്ച് കോടതിയിൽ ഹാജരാക്കി മൊഴിയെടുത്ത് വേണം അത് പ്രൂവ് ചെയ്യാനുള്ള. ഇഫ് there be an attesting witness alive and subject to the process of the court and capable of giving evidence, provided that it shall not be necessary, ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, to call an attesting witness to proof of the execution of any document not being a will. വില്ലിനാണെങ്കിൽ അത് കമ്പൽസറി ആയിട്ടും വേണം. അല്ലാത്ത ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിനും അതിന് ആവശ്യമില്ല. എപ്പോഴെന്ന് വെച്ചാൽ which has been registered in accordance with the provisions of the Indian Registration Act 1908. അത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, and unless its execution by the person by whom it purports to have been executed is specifically denied. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടി അയാൾ ഈ എക്സിക്യൂഷൻ അഡ്മിറ്റ് ചെയ്യുകയും ഇത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിറ്റ്നസിനെ വിളിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 68 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഇറ്റ്സ് എക്സിക്യൂഷൻ ഈസ് അഡ്മിറ്റഡ്. അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആൻ എഗ്രിമെൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോർട്ട് ആൻഡ് പ്രൂവ്ഡ്, വിച്ച് among the following oral evidence cannot be permitted? ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ഓറൽ എവിഡൻസ് ആണ് പെർമിറ്റ് ചെയ്യാത്തത്? ഓറൽ എവിഡൻസ് പെർമിറ്റ് ചെയ്യത്തില്ല. അല്ല, 1 ടു പ്രൂവ് ദാറ്റ് ദ എഗ്രിമെൻറ്റ് ഈസ് വിഷിയേറ്റഡ് ബൈ ഫ്രോഡ്. ഒരു എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഫ്രോഡുണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് ഓറൽ എവിഡൻസ് കൊടുത്തിരിക്കണം. ടു പ്രൂവ് ദാറ്റ് വൺ ഓഫ് ദ ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റ് വാസ് ഇൻകറക്റ്റ്. നമ്മൾ എഗ്രിമെൻറ്റിൻ്റെ അകത്തുള്ള ഒരു ടേം എന്ന് പറയുന്നത് ഇൻകറക്റ്റാണ്. ഒരെണ്ണത്തിൽ ഒരു ടേം, അതിനുവേണ്ടി ഓറൽ എവിഡൻസ് പെർമിറ്റ് ചെയ്യണോ? വേണ്ട എന്നുള്ളതാണ് എൻ്റെ ആൻസർ. ടു പ്രൂവ് ദാറ്റ് ദർ വാസ് എ സെപ്പറേറ്റ് ഓറൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഓറൽ എഗ്രിമെൻറ്റ്സ് വേറെ ഉണ്ട്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറൽ എവിഡൻസ് നെസസറിയാണ്. ഡി ടു പ്രൂവ് എ കസ്റ്റം വിച്ച് ഹാസ് എ ബിയറിംഗ് ഓൺ ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റ്സ്. ഒരു കസ്റ്റം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എഗ്രിമെൻറ്റിൻ്റെ ടേംസിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറൽ എവിഡൻസ് നെസസറിയാണ്. പക്ഷേ ഒരിക്കലും ഈ ബി അല്ല. ടു പ്രൂവ് ദാറ്റ് വൺ ഓഫ് ദ ടേംസ് ഇൻ ദ എഗ്രിമെൻറ്റ് വാസ് ഇൻകറക്റ്റ്. ആ ടേംസ് ഒരു ടേം തെറ്റിപ്പോയെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഓറൽ എവിഡൻസ് നെസസറി അല്ല. അതിൻ്റെ ആൻസർ ബി ആണ്. 77ാമത്തെ ആൻസർ ബി ആണ്. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ സൂട്ട് ഫോർ പാർട്ടീഷൻ ഈസ് ഫൈൽഡ് ബൈ ദ ഹെയേഴ്സ് ഓഫ് എ പേഴ്സൺ ഹൂസ് വെയർ അബൌട്ട്സ് ആർ നോട്ട് നോൺ ഫോർ മോർ ദാൻ 7 years ഇൻ ദ സൂട്ട്. ഇതിനകത്ത് 4 ഓപ്ഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ബർഡൻ ഓഫ് പ്രൂഫിൻ്റെ അകത്ത് സെക്ഷൻ 108 ആണ് നോക്കാൻ പോകുന്നത്. ബർഡൻ ഓഫ് പ്രൂവിങ് ദാറ്റ് ദ പേഴ്സൺ ഈസ് എലൈവ് ഹു ഹാസ് നോട്ട് ബീൻ ഹിയർഡ് ഫോർ 7 years, പ്രൊവൈഡഡ് ദാറ്റ് വെൻ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ മാൻ ഈസ് എലൈവ് ഓർ ഡെഡ്. ഒരാൾ മരിച്ചോ ജീവിച്ചോ എന്ന് ഉള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ഹി ഹാസ് നോട്ട് ബീൻ ഹിയർഡ് ഫോർ 7 years ബൈ ദോസ് ഹൂ വുഡ് നാച്ചുറലി ഹാവ് ഹിയർഡ് ബൈ ഹിം ഇഫ് ഹി ഹാഡ് ബീൻ എലൈവ്. അതായത് 7 വർഷമായി അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പം അതിന് അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാർ, നോർമലി അദ്ദേഹത്തിന് അറിയേണ്ട ആൾക്കാർ അദ്ദേഹത്തിന് 7 വർഷമായി കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജോ ഇൻഫർമേഷനോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ദ ബർഡൻ ഓഫ് പ്രൂവിങ് ദാറ്റ് ഹീ ഈസ് എലൈവ് ഈസ് ഷിഫ്റ്റഡ് ടു ദ പേഴ്സൺ ഹൂ അഫേംസ് ഇറ്റ്. അപ്പോൾ ആരെങ്കിലും പറയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നൊരാൾ വന്ന് ഒബ്ജെക്ഷൻ പറയുകയാണെങ്കിൽ അത് അദ്ദേഹം പ്രൂവ് ചെയ്യണം, ആ പറയുന്ന ആൾ. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതായിരിക്കും? ഇഫ് ദ പ്ലെയിൻറ്റിഫ് പ്രൂവ്സ് ദാറ്റ് നത്തിങ് ഹാസ് ബീൻ ഹിയർഡ് അബൌട്ട് എ പേഴ്സൺ ബൈ ദോസ് ഹൂ വുഡ് നാച്ചുറലി ഹാവ് ഹിയർഡ് ഹിം ഇഫ് ഹി ഹാഡ് ബീൻ എലൈവ്. ഇപ്പോൾ ഒരു പ്ലെയിൻറ്റിഫ് വന്നൊരു കേസ് പറയുകയാണ്, ഒരാളെ കാണാനില്ല, അദ്ദേഹത്തിനെ കാണേണ്ടവരും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പം ദ ബർഡൻ ടു പ്രൂവ് ദാറ്റ് ഹീ ഈസ് എലൈവ് ഈസ് ഷിഫ്റ്റഡ് ടു ദ ഡിഫൻഡൻസ്. അപ്പോൾ ഡിഫൻഡൻ്റ് ആണല്ലോ ഇതിന് ഒബ്ജെക്ഷനുമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് അതങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവർ അങ്ങനെ എലൈവ് ആണെന്ന് പറയുകയാണെങ്കിൽ അവരത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് ആൻസർ. എ ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ. ഇത് പറഞ്ഞിരിക്കുന്നത് 108 എവിഡൻസ് ആക്ടിനകത്താണ്. അടുത്ത 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ചൈൽഡ് ഓഫ് 11 years ഓഫ് ഏജ് ഈസ്
competent to testify in a court of law since the child is 11 വയസ്സ് ആയ ഒരു കുഞ്ഞിനെ കോടതിയിൽ എക്സാമിൻ ചെയ്താൽ അതൊരു ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വെദർ ഹീ ഈസ് കോമ്പിറ്റൻറ്റ് ടു ടെസ്റ്റിഫൈ ഇൻ കോർട്ട്. അപ്പോൾ അത് 118 എവിഡൻസ് ആക്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. 118 എവിഡൻസ് ആക്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹൂ മേ ടെസ്റ്റിഫൈ. ഓൾ പേഴ്സൺ ഷാൾ ബി കോമ്പിറ്റൻറ്റ് ടു ടെസ്റ്റിഫൈ അൺലെസ്, എല്ലാ മനുഷ്യരെയും ടെസ്റ്റിഫൈ ചെയ്യാം. അൺലെസ് എപ്പോഴും ദ കോർട്ട് കൺസിഡേഴ്സ് ദാറ്റ്, കോടതി വിചാരിക്കുന്നത് ദർ ആർ പ്രിവെൻറ്റഡ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ പുട്ട് ടു ഹിം. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന അദ്ദേഹത്തിന് ആൻസർ ചെയ്യാനുള്ള അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അതെന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും? അത് ഈ പറയുന്ന കുഞ്ഞാണെങ്കിൽ പറ്റും, അയാൾ ലുണാറ്റിക്സ് ആണെങ്കിൽ പറ്റും, മദ്യപാനിയാണെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓൾഡ് ഏജ്, ഡിസീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ പുട്ട് ടു ഹിം, put to them, or from giving rational answers to those questions by tender years, extreme old age, disease, whether of body or mind, or any other cause of the same kind. Explanation: a lunatic is not incompetent to testify. lunatic-നെ ടെസ്റ്റിഫൈ ചെയ്യാം, പക്ഷേ അദ്ദേഹം കൃത്യമായി ആൻസർ ചെയ്തില്ലെങ്കിൽ, unless he is prevented by his lunacy from understanding the questions put to him and giving rational answers to them. അദ്ദേഹത്തിന് അത് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അയാളെ അസുഖം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് അല്ല. പക്ഷേ അദ്ദേഹത്തിന് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു മന്ദബുദ്ധിയാണെങ്കിൽ പോലും അദ്ദേഹം ഈസ് എ കോമ്പിറ്റൻറ്റ് വിറ്റ്നസ്, അദ്ദേഹത്തിന് ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന 11 വയസ്സായി എന്ന് പറഞ്ഞാൽ ആ 11 വയസ്സുകാരനോട് കൃത്യമായി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവന് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഹീസ് എ കോമ്പിറ്റൻറ്റ് വിറ്റ്നസ്, കോടതിയിൽ ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 118-നകത്താണ് എവിഡൻസ് ആക്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ബി ആണ്, കോമ്പിറ്റൻറ്റ് ആസ് പെർ സെക്ഷൻ 118 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ വിറ്റ്നസ് ഈസ് പ്രൂവ്ഡ് ടു ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കോർട്ട് ആസ് പെർ സെക്ഷൻ 145 ഓഫ് ദ എവിഡൻസ് ആക്ട്. ഒരാൾ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അത് കോടതിയിൽ അദ്ദേഹം കൊടുക്കുന്ന പ്രസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും? ഇഫ് ഹിസ് എവിഡൻസ് ഷാൽ ബി എക്സ്ക്ലൂഡഡ് ഫ്രം കൺസിഡറേഷൻ, അങ്ങനെ വരുമോ? അങ്ങനെ വരത്തില്ല. ഹി ബിക്കെയിം ആൻ അക്കംപ്ലൈസ്, ഒരിക്കലുമില്ല. ഹി സീസസ് ടു ബി എ വിറ്റ്നസ്, ഒരിക്കലുമില്ല. ഹിസ് ക്രെഡിറ്റ് മേ ബി ഇംപീച്ച്ഡ്, അയാളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഇതിൻ്റെ അകത്ത് ആൻസർ. ഡി ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ. ഇപ്പോൾ ഈ 145 എന്താണെന്ന് നോക്കാം. ക്രോസ് എക്സാമിനേഷൻ ആസ് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റൈറ്റിംഗ്. എ വിറ്റ്നസ് മേ ബി ക്രോസ് എക്സാമിൻഡ് ആസ് ടു പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിം in writing or reduced into writing and relevant to matters in question without such writing being shown to him or being proved. But if it is intended to contradict him by the writing, his attention must, before the writing can be proved, be called to those parts of it which are to be used for the purpose of contradicting him. അപ്പോൾ ഇത് കോൺട്രാഡിക്ഷൻ ആണ് പറയുന്നത്. നമ്മൾ ഈ 161 സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്ന ആൾക്കാർ, അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അവർ കോടതിയിൽ കൊണ്ടുവരുന്നു, അവരെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്നു. അത് കോൺട്രാഡിക്റ്റ് ചെയ്യാനാണ് മാക്സിമം നോക്കുന്നത് അവർ സ്റ്റേറ്റ്മെൻറ്റിന്. അപ്പം അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാം, ആ എവിഡൻസിനെ നമുക്ക് ചോദ്യം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇതാണ് 80ാമത്തെ ആൻസർ, ഡി ആണ്. അടുത്ത 81ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്സോ ജൂറെ മീൻസ് എ law of the land, b law is supreme, b by the law itself, d in the absence of law. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ബൈ ദ ലോ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലോ എന്നൊക്കെ പറയും. നമ്മൾ അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് വിടുകയാണ്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ആക്ടസ് ക്യൂറി നെമിനം ഗ്രവാബിറ്റ് മീൻസ് ക്വസ്റ്റ്യൻ നമ്പർ 85. ദ പ്രാക്ടീസ് ഓഫ് ദ കോർട്ട് ഈസ് ദ ലോ ഓഫ് ദ കോർട്ട്. രണ്ട്, എ കോർട്ട് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വിച്ച് ഈസ് നോട്ട് ബിഫോർ ഇറ്റ്. സി, ആൻ ആക്ട് ഓഫ് ദ കോർട്ട് ഷാൽ പ്രിജുഡീസ് നോ വൺ. ഡി, വെയർ ദർ ഈസ് എ റോങ് ദർ ഈസ് എ റെമഡി. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്, ആക്ട് ഓഫ് ദ കോർട്ട് ഷാൽ പ്രിജുഡീസ് നോ വൺ. കോടതിയുടെ ഒരു ആക്ട് എന്ന് പറയുന്നത് ആരെയും ഉപദ്രവിക്കില്ല എന്നുള്ള അർത്ഥമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്.
ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് ഈസ് അപ്പോയിൻറ്റഡ് അണ്ടർ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതിനകത്ത് എ ആർട്ടിക്കിൾ 279, ബി ആർട്ടിക്കിൾ 217, സി ആർട്ടിക്കിൾ 170, ഡി ആർട്ടിക്കിൾ 234. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, 217. 217 അപ്പോയിൻമെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഓഫീസ് ഓഫ് എ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. ഇതിൻ്റെ അകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ഏജ്, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. 217 ആണ് ഇതിൻ്റെ ആൻസർ. 86, 217. അടുത്ത 87ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ ക്യാൻ ആൻ അഡ്ഹോക്ക് ജഡ്ജ് ബി അപ്പോയിൻറ്റഡ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? താൽക്കാലികമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. എ, വെൻ എവർ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡീംസ് ഇറ്റ് അപ്രോപ്രിയേറ്റ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിചാരിക്കുകയാണ് അത് ആവശ്യമായിട്ട് വേണം സുപ്രീം കോടതിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിലേക്ക് വേണ്ടിയിട്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ. ബി, വെൻ എവർ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഡീംസ് ഇറ്റ് അപ്രോപ്രിയേറ്റ്. പ്രസിഡൻറ്റ് വിചാരിക്കുകയാണ്. സി, ഇഫ് ദ പോസ്റ്റ് ഓഫ് ദ ജഡ്ജസ് റിമെയിൻസ് വേക്കൻറ്റ് ഫോർ മോർ ദാൻ 3 years. 3 വർഷമായിട്ട് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് ജഡ്ജസിൻ്റെ പോസ്റ്റ്. ഡി, ഇഫ് ദ quorum of the judges of the Supreme Court is not available to hold any sitting of the court. അപ്പോൾ ഇതിൽ കോറം ഇല്ല, സുപ്രീം കോടതിയില്ല സിറ്റിംഗ് നടത്താനായിട്ട്. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്കിത് നോക്കേണ്ടത് 127 ആണ് നോക്കേണ്ടത്. 127 ആർട്ടിക്കിൾ, അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്ഹോക്ക് ജഡ്ജസ്. ഇഫ് അറ്റ് എനി ടൈം there should not be a quorum of judges of the Supreme Court available to hold. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇഫ് ഡി ആണ്. ഇഫ് എ കോറം ഓഫ് എ ജഡ്ജസ് ഓഫ് എ സുപ്രീം കോർട്ട് ഈസ് നോട്ട് അവൈലബിൾ ടു ഹോൾഡ് എനി സിറ്റിംഗ് ഓഫ് ദ കോർട്ട്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ. 127 ആർട്ടിക്കിളിൻ്റെ അകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years of age ഹാസ് ബിക്കം a fundamental right as per article dash of the Constitution of India. And answer A 21A, B 20A, C 23A, D 25A. The answer 21A. A ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പവർ ടു ഇഷ്യൂ റിട്സ് in the nature of habeas corpus, mandamus, prohibition, quo warranto and certiorari could be exercised by any court other than Supreme Court of India and High Courts if സുപ്രീം കോടതി എംപവർ ചെയ്യുകയാണെങ്കിൽ, പ്രസിഡൻറ്റ് എംപവർ ചെയ്യുകയാണെങ്കിൽ, പാർലമെൻറ്റ് എംപവർ ചെയ്യുകയാണെങ്കിൽ. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് സി ആണ്, പാർലമെൻറ്റ് എംപവർ ചെയ്യുകയാണെങ്കിൽ. ദ പാർലമെൻറ്റ് ബൈ ലാ എംപവേഴ്സ്. ഇതാണ് ഇതിൻ്റെ അകത്ത് ആൻസർ സി. അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഈസ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയാണ്. എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഔദ്യോഗികമായി മറ്റൊരു സ്ഥാനം ഏറ്റെടുക്കുന്നതിനാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാനം വഹിക്കുന്ന ആര്? സ്പീക്കർ ആയിരിക്കുമോ? ദ മിനിസ്റ്റർ ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ആണോ? ദ പ്രൈം മിനിസ്റ്റർ ആണോ? വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണോ? ഇതിനകത്ത് ആൻസർ ഡി ആണ്, വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. എ ഹൈക്കോർട്ട്. അടുത്ത 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 227 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഷാൾ ഹാവ് സൂപ്രണ്ടൻസ് ഓവർ ഡാഷ് ത്രൂ ഔട്ട് ദ ടെറിട്ടറീസ് ഇൻ റിലേഷൻ ടു വിച്ച് ഇറ്റ് എക്സസൈസസ് ജൂറിസ്ഡിക്ഷൻ. ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ. ഡിസ്ട്രിക്ട് കോർട്ട്, ആൾ കോർട്സ് ആൻഡ് ട്രൈബ്യൂണൽസ്, ആൾ ട്രൈബ്യൂണൽസ്. ഇതിൻ്റെ ആൻസർ സി ആണ്, ആൾ കോർട്സ് ആൻഡ് ട്രൈബ്യൂണൽസ്. അടുത്ത 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ കനോട്ട് ബി റിമൂവ്ഡ് എക്സെപ്റ്റ് ബൈ വിച്ച് പ്രോസസ്സ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 324 ആണ് ആർട്ടിക്കിൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെസിഗ്നേഷൻ, പ്രസിഡൻഷ്യൽ ഓർഡർ, ഇംപീച്ച്മെൻറ്റ്, ജുഡീഷ്യൽ ഡിസിഷൻ. ഇതിനകത്ത് ആൻസർ ഇംപീച്ച്മെൻ്റ് ആണ്. ഇംപീച്ച് ചെയ്ത് മാത്രമേ അദ്ദേഹത്തിന് പുറത്താക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ അപ്ലിക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 22 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു പ്രൊഡ്യൂസ് എവരി പേഴ്സൺ അറസ്റ്റഡ് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 24 hours ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് പേഴ്സൺസ്. അതിൽ എ പറഞ്ഞിരിക്കുന്നത് അറസ്റ്റഡ് അണ്ടർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ്. ബി അറസ്റ്റഡ് അണ്ടർ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. അത് തെറ്റാണ്. പ്രകാരം അറസ്റ്റ് ചെയ്ത് 27 മണിക്കൂറാണ് കോടതി ഹാജരാക്കിയിരിക്കണം. അറസ്റ്റഡ് അണ്ടർ ഫോറിനേഴ്സ് ആക്ട് ഹാജരാക്കിയിരിക്കണം. അറസ്റ്റഡ് ഫോർ ഒഫൻസ് ഓഫ് സെഡീഷൻ ഹാജരാക്കിയിരിക്കണം. ഇതിൻ്റെ ആൻസർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുള്ളവരെ കോടതിയിൽ 27 മണിക്കൂറാണ് ഹാജരാക്കേണ്ട ആവശ്യമില്ല.
അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഡിസിഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്? ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? അത് ഒന്ന് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നാരായൺ. ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ വന്നാൽ അത് ഇനി മുന്നോട്ട് മാത്രമേ അത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അതായത് ഇതിന് മുമ്പ്, അതായത് ഈ ഡിസിഷൻ വരുന്നതിന് മുമ്പുള്ള കേസുകൾക്കൊന്നും അത് ആപ്ലിക്കബിൾ അല്ല. അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിനകത്താണ്. ആൻസർ ഈ സി.